ഹായ് ഓൾ. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ് മാനുഫാക്ചറിങ് കമ്പനി ആയിട്ടുള്ള ഓർബിസ് ക്രിയേറ്റീവ്സിൻ്റെ അവാർഡ്സ് ആൻഡ് അപ്രീസിയേഷൻ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് പേഴ്സണലൈസ്ഡ് മൊമെൻറ്റോസ്. കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടു പഴകിയിട്ടുള്ള ഒരു മൊമെൻറ്റോയുടെ സ്ട്രക്ചറാണത്. സ്വാഭാവികമായിട്ടും 2-3 വർഷത്തിൽ കൂടുതലായാൽ ഡാമേജ് സംഭവിക്കുന്ന ഒരു മൊമെൻറ്റോ ആണത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒന്നാണ് നമ്മുടെ മൊമെൻറ്റോസ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരവസരത്തിൽ കിട്ടിയിട്ടുള്ളതായിരിക്കും ഓരോ മൊമെൻറ്റോസും. സോ അത് അത്രമാത്രം പ്രീഷ്യസ് ആയിരിക്കും നമുക്ക്. അങ്ങനെയുള്ള മൊമെൻറ്റോസ് സമ്മാനിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മൊമെൻറ്റോസ് വേണം തിരഞ്ഞെടുക്കാൻ. മാത്രവുമല്ല, ഇത്തരം ഒരു മൊമെൻറ്റോയിൽ ഒരിക്കലും നമ്മുടെ ബ്രാൻഡോ നമ്മുടെ കസ്റ്റമൈസേഷനോ ഒന്നും എടുത്തു കാണിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെയാണ് നമ്മൾ ഓർബിസ് മൊമെൻറ്റോസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഒരു ക്ലയൻറ്റ് നമുക്ക് തന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു. അവർക്ക് അവരുടെ ലോഗോ ആയിരിക്കണം ഈ മൊമെൻറ്റോയിൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വുഡ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കണം വേണ്ടത്. മാറ്റേഴ്സ് എല്ലാം ഈ ലോഗോയിലാണ് ഉൾക്കൊള്ളേണ്ടത്. ഈ 3 രീതിയിലാണ് അവരുടെ ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മളെ ബ്രാൻഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള മൊമെൻറ്റോ ആണ്. ഒരു 3D എഫക്റ്റാണ് നമുക്ക് ഈ ഒരു മൊമെൻറ്റോയിൽ കാണാൻ കഴിയുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ അവരുടെ ലോഗോ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മൊമെൻറ്റോ മേക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബ്രാൻഡഡ് മൊമെൻറ്റോസിൽ അടുത്തൊരു ഡിസൈനാണത്. കംപ്ലീറ്റ് വുഡിലാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഡെർമറ്റോളജിസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മേക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പം ഇതിൽ നമ്മൾ യാതൊരു വിധത്തിലുള്ള പ്രിൻറ്റിങ്ങും ഉപയോഗിച്ചിട്ടുള്ള വുഡിൻ്റെ പാർട്ടിൽ കംപ്ലീറ്റ് ഡാറ്റാസും നമ്മൾ എൻഗ്രേവാണ് ചെയ്തിട്ടുള്ളത്. ബ്രാൻഡിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ള അടുത്തൊരു മൊമെൻറ്റോ ആണിത്. നമ്മൾ ബ്രാൻഡ് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ കളറെല്ലാം അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ദെൻ മൊമെൻറ്റോ വുഡും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രിൻ്റാണ്. ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള ഡാമേജോ ഫെയ്ഡാവുന്ന പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഈ പ്രിൻറ്റിന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അടുത്ത ഒരു മൊമെൻറ്റോ എന്ന് പറയുന്നത് നമ്മൾ ഗ്രീൻ ഹോപ്പറിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു മൊമെൻറ്റോ ആണ്. നോർമലി നമ്മൾ കണ്ടിട്ടുണ്ടാവുക ഇതിൻ്റെ ടോപ്പ് പോർഷനിലായിരിക്കും കംപ്ലീറ്റ് മാറ്റേഴ്സ് ഉണ്ടായിരിക്കുക. ആൻഡ് താഴത്തെ പോർഷനിൽ ഒരു ബേസും ആയിരിക്കും ഉണ്ടാവുക. അതിന് വിപരീതമായിട്ടാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത്. ടോപ്പ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇവരുടെ ലോഗോ ആണ് ചെയ്തിട്ടുള്ളത്. അതും വളരെ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മളിതിൻ്റെ ബോട്ടം സ്പേസ് എന്ന് പറയുന്നത് കുറച്ചധികം സ്പീഷ്യസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു ടോപ്പ് പാർട്ടിലാണ്. പുതിയൊരു മെത്തേഡാണത്. മൊമെൻറ്റോയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള പുതിയൊരു മെത്തേഡാണ്. അതേ പാറ്റേണിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വേറൊരു ഡിസൈനാണ് ശോഭിക വെഡ്ഡിങ്സിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ ലോഗോ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ ബ്രാൻഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള മൊമെൻറ്റോസ് നമ്മുടെ ബ്രാൻഡിനെയൊക്കെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മൊമെൻറ്റോസ് എല്ലാം ഈ ഒരു രീതിയിലാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത്. നമ്മുടെ ബ്രാൻഡിനെ എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ മൊമെൻറ്റോയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതുപോലെ വിവിധ ഒക്കേഷനുകൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള മൊമെൻറ്റോസ് നമുക്ക് വരുന്ന എപ്പിസോഡുകളിലായിട്ട് കാണാം.